ഈ കഥ നടക്കുന്നത് വള്ളുവനാടൻ ഗ്രാമത്തിലാണ്. വള്ളുവനാടൻ ഗ്രാമത്തിലെ ഒരു വിദ്യാലയത്തിലാണ് അനന്തു എന്ന കുട്ടി പഠിക്കുന്നത്. അനന്തു ആളൊരു സാധുവാണ്. അനന്തുവിനെ ഉപദ്രവിക്കാനായി ക്ലാസ്സിൽ ഒരുപാട് വികൃതി കുട്ടികളുമുണ്ട്. അങ്ങനെ ഒരു ദിവസം അനന്തു വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പുറപ്പെട്ടു. ഒരു ചെറുപുഞ്ചിരി അവനിൽ എന്നുമുണ്ടാകും. ആരോടും ഒരു ദേഷ്യവും അവനില്ല. ക്ലാസ്സിലെന്തോ ഒരു ചർച്ച നടക്കുകയാണ്. ഒരു കുട്ടിയുടെ സ്കെച്ച് പെൻസിൽ ഒന്നും കാണുന്നില്ലെന്ന് ക്ലാസ് ടീച്ചറോട് ആ കുട്ടി സങ്കടത്തോടെ പരാതി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, അഞ്ജുവിൻ്റെ സ്കെച്ച് പെൻസിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കണ്ടുകിട്ടിയാൽ തല്ലുകൊള്ളും. അമ്മയെയും കൂട്ടി വരേണ്ടി വരും. ആരാണ് എടുത്തത്? ആരും പറയില്ല അല്ലേ? എല്ലാവരുടെയും ബാഗ് ആ മൂലയ്ക്ക് വെക്കൂ. അങ്ങനെ ബാഗ് ഓരോ കുട്ടിയുടെയും പരിശോധിക്കാൻ തുടങ്ങി. അതാ ടീച്ചർ കണ്ടു, അനന്തുവിൻ്റെ ബാഗിൽ. പിറകിലിരുന്ന കുട്ടികൾ പറയാൻ തുടങ്ങി. അനന്തുവിൻ്റെ കണ്ണുകളും ശരീരവും മരവിച്ചതുപോലെ. ടീച്ചർ ദേഷ്യത്തോടെ, ഇതാരുടെ ബാഗാണ്? പിറകിൽ നിന്ന്, ഇത് അനന്തുവിൻ്റേതാണ്. അനന്തു മുന്നോട്ട് വാ. നീ പഠിക്കാനോ വരുന്നത് കക്കാനോ? അനന്തുവിന് ഒന്നും പറയാൻ കഴിയാതെ കണ്ണീര് കൊണ്ട് ടീച്ചറെ മുഖം പോലും ആ പാവത്തിന് കാണാൻ കഴിഞ്ഞില്ല. ടീച്ചർ വീണ്ടും, നിനക്കുള്ള ശിക്ഷ ഇതുമാത്രമാണ്, കൈനീട്ട്. അത് മടക്കി പിടിക്കാൻ പറഞ്ഞു. അവൻ ഒന്നു മാത്രം പറഞ്ഞു, ഞാൻ എടുക്കില്ല ടീച്ചറെ, ഞാൻ എടുക്കില്ല. മരത്തിൻ്റെ സ്കെയിലെടുത്ത് അനന്തുവിൻ്റെ കൈയുടെ കൊട്ടിന് നല്ല തല്ലുകിട്ടി. ആ ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു. ആ പാവത്തിൻ്റെ നെഞ്ചുരുകുന്നത് ആരും കണ്ടില്ല. രക്ഷിതാവിനെയും കൂട്ടി ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് ടീച്ചർ പറഞ്ഞു. എപ്പോഴും പുഞ്ചിരി തൂക്കുന്ന അവൻ്റെ മനസ്സ് കണ്ണീരോടെ ആ ബാഗും പിറകിലിട്ട് പരിഹാസപാത്രമായതുപോലെ അവൻ വീട്ടിലേക്ക് മടങ്ങി. ടീച്ചർ ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. വീട്ടുപടിക്കലെത്തി അനന്തു. കണ്ണീരിൻ്റെ നനവ് കണ്ണുകളിൽ പറ്റിപ്പിടിച്ചത് അവൻ്റെ അമ്മ കണ്ടു. അമ്മ ചോദിച്ചു, ഇന്നെന്തേ ക്ലാസ്സില്ലേ? എന്താണ് അവൻ അമ്മയോട് പറയുക? കട്ടിട്ട് പുറത്താക്കിയെന്നോ? സത്യം മാത്രം പറയുന്ന അനന്തു അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഗുരു ഞാനായിരുന്നു. ഒരു ചോദ്യം ഞാൻ കൊടുത്തിട്ടാണ് വന്നത്. നാളെ അതിൻ്റെ ശരിയായ ഉത്തരമാണ്. അതിന് അമ്മ എന്തായാലും വിദ്യാലയത്തിലേക്ക് വരണം. അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അനന്തു അവൻ്റെ ലോകമായ മുറിയിലേക്ക് പോയി. ഒരുപാട് പരിഭവങ്ങളും ചോദ്യങ്ങളും ആ മുറിക്കുള്ളിൽ വിറങ്ങലിച്ചു നിന്നു. അങ്ങനെ അടുത്ത ദിവസമായി. പുഞ്ചിരിച്ച മുഖത്തോട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്തായാലും വരണം. ഇന്നലെ ഞാൻ കൊടുത്ത പാഠത്തിൻ്റെ ഉത്തരമാണ് അത് കേൾക്കാൻ. ശരി മോനെ, ഞാൻ വരാ, നീ പോയിക്കോ. വിദ്യാലയത്തിൽ ചിരിച്ച മുഖവുമായി അനന്തു എത്തി. കൂട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി. ആ കളിയാക്കലൊന്നും അവന് പരിഭവമില്ലായിരുന്നു. ചിരിച്ച മുഖത്തിൽ അവൻ നിന്നു. അസംബ്ലിക്ക് ബെല്ലും അടിച്ചു. എല്ലാ അസംബ്ലിക്കും ഓരോ ഗുണപാഠമോ അറിവുകളോ വാർത്തകളോ പറയുന്ന വിദ്യാർത്ഥികളുടേതായ വേദി ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപകൻ പറഞ്ഞു, ആർക്കെങ്കിലും ഇന്നത്തെ വാർത്തകളോ ഗുണപരമായ അറിവുകളോ പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ. അനന്തു മുന്നോട്ട് വന്നു പറഞ്ഞു, ഉണ്ട് സാർ. അനന്തുവിൻ്റെ ക്ലാസ് ടീച്ചർ ഒരു പരിഹാസത്തോടെ നോക്കി. മറ്റുള്ള ടീച്ചറോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സ്നേഹം നിറഞ്ഞ അമ്മേ. അമ്മയെന്ന് അഭിസംബോധന ചെയ്തപ്പോൾ ടീച്ചറും കുട്ടികളും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അമ്മയെന്ന് വിളിച്ചത് ഈ വേദിക്കരികിൽ അമ്മയുമുണ്ട്. ഞാൻ ഇന്നലെ നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു. ഞാൻ അമ്മയോട് വിദ്യാലയത്തിൽ എൻ്റെ ക്ലാസ്സിൽ നടന്നെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, ഞാനൊരു പാഠമായിരുന്നു. ഇന്നലെ ഒരു ചോദ്യചിഹ്നം അത് നൽകിയാണ് നേരത്തെ വീട്ടിലേക്ക് വന്നതെന്ന്. ഞാൻ കട്ടിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന് ഞാൻ അമ്മയോട് പറയണമായിരുന്നു. നിങ്ങൾ പറയൂ. അനന്തുവിൻ്റെ അമ്മ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മയോടും അച്ഛനോടും തുറന്നു പറയും. ഇന്നലെ ഞാൻ പറഞ്ഞത് ഇന്ന് അതിൻ്റെ ഉത്തരം കിട്ടുമെന്നാണ്. നിങ്ങൾ പറയൂ. എൻ്റെ ബാഗിൽ അഞ്ജുവിൻ്റെ സ്കെച്ചും പെൻസിലും ഉണ്ടായിരുന്നു. എപ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ ബാഗ് പരിശോധിച്ച് നോക്കുന്ന അമ്മയുണ്ട് ഇവിടെ. എന്നിട്ടും അമ്മയ്ക്ക് കാണാത്ത ആ സ്കെച്ചും പെൻസിലും ടീച്ചർ കണ്ടു. ഇതിന് ഉത്തരം ഇതാണ്. എൻ്റെ ബാഗിൽ കണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി.
അതുമാത്രമേ കണ്ടുള്ളൂ. ആരാണ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞില്ല. ഇനിയും എൻ്റെ ബാഗിലുണ്ടാകാം. അതിന് ഞാനാണ് ഉത്തരവാദി. തിരിച്ചറിയാനും കണ്ടുപിടിക്കാനുമുള്ള മാർഗം അത് നൽകേണ്ടത് പ്രിയപ്പെട്ട അധ്യാപകരാണ്. ആരോ ചെയ്ത തെറ്റുകൾ ഇന്ന് അനുഭവിച്ച ഞാനാണ്. അതെനിക്ക് വേദനയില്ല. ക്ലാസ് ടീച്ചർ നിരാശയോടെ നിന്നു. പ്രധാന അധ്യാപകൻ പറഞ്ഞു, അനന്തു പറഞ്ഞത് ശരിയാണ്. പെട്ടെന്ന് തെറ്റ് കണ്ട ശിക്ഷിക്കുകയല്ല വേണ്ടത്. അതിന് കാരണം എന്താണ് എന്ന് നോക്കണം. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സർ, അനന്തുവിൻ്റെ ബാഗിൽ വെച്ചതാണ്. ഞാൻ കണ്ടു. ഞാൻ പേടിച്ചിട്ടാണ് പറയുന്നത്. നാളെ എൻ്റെ ബാഗിലും വെച്ചാലോ? കണ്ണീരിൽ കുതിർന്ന് നെഞ്ചുരുക്കി കുറ്റബോധത്തോടെ ക്ലാസ് ടീച്ചർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. സ്വന്തം മകൻ്റെ ഉത്തരം ആ അമ്മയെ ഒരു വലിയ പാഠം നൽകി. നിറകാഴ്ചയായി കണ്ണു നിറഞ്ഞ് ആ അമ്മ അഭിമാനത്തോടെ മകനെ നോക്കി നിന്നു. അവൻ്റെ ഓരോ പടികളും ആ അമ്മയ്ക്കുള്ള വിശ്വാസമായിരുന്നു.